ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് ദിവസമായി സാലഡ് കുക്കുംബർ വാങ്ങി വെച്ചിട്ട് നമ്മുടെ കക്കിരി, അപ്പോൾ അത് ഒന്നിനും എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു കറുമുറയെ കുറിക്കാനുള്ള ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് സാധാരണ കുക്കുംബർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിതിന് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് കക്കിരി ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക. ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവ് കിട്ടാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ സൗണ്ട് ആകെ മാറിയിരിക്കുകയാണ്, ഞാൻ പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ല, ആ പൊടിയാണ്. ഇത് വറക്കാത്ത പൊടിയാണ്. അപ്പോൾ അതിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന കക്കിരിക്കയുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ കുറച്ചായിട്ട് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കുറച്ച് ഞാൻ വെള്ളമൊക്കെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇടുന്ന സമയത്ത് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ലൂസാണ്, അപ്പോൾ ഒരു ഇത്തിരി പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ പൊടി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെറിയ ഹോളിലാണ് ചെയ്യുന്നത്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് വലുപ്പമുള്ള ഹോളില്ലേ, ആ ഹോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറുക്ക് ഉണ്ടാക്കുന്നതിനകത്തും ചെയ്യാം, അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ചൂടായിട്ടുള്ള എണ്ണയ്ക്കകത്തോട്ടാണ് നമ്മളിത് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നല്ല കറുമുറ കുറയ്ക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, മുറുക്കോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് നമ്മൾ കക്കിരി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരുപാട് വെന്ത് കിട്ടാനൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. ഇതാണ് കുറച്ചും കൂടെ കഴിക്കാൻ ടേസ്റ്റ്. നിങ്ങൾക്ക് മുറുക്കിൻ്റെത് വേണമെങ്കിൽ അതിനകത്തും ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണിത്, കണ്ടില്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ഇതുപോലെ നമുക്ക് മുറുക്കിൻ്റെ ആ ഹോളിനകത്ത് ചെയ്യാം. പക്ഷേ എനിക്ക് മുറുക്കിൻ്റെനേക്കാളും മറ്റതാണ് കൂടുതൽ ഇഷ്ടമായത്. കുറച്ച് തിന്നായിട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഓംപൊടിയൊക്കെ ഇല്ലേ, അതുപോലെ. അപ്പോൾ നമ്മുടെ ഈ മുറുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മറന്നു പോകണ്ട. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.